പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു വാങ്ങിയ പുസ്തകമാണ് ഇത്. സോണിയാഗാന്ധി, ഹെർ ലൈഫ്, ഹെർ ലൈസ്, ഹെർ മാനിപ്പുലേഷൻസ്. സോണിയാഗാന്ധി, അവരുടെ ജീവിതം, അവരുടെ നുണകൾ, അവരുടെ കുത്തിത്തിരിപ്പുകൾ, ഉപജാപങ്ങൾ. സുബ്രഹ്മണ്യൻ സ്വാമി എഴുതിയ പുസ്തകമാണ്. ഔട്ട് ഓഫ് പ്രിൻ്റാണ്, ഇപ്പോൾ കിട്ടാനില്ല. ഏതാണ്ട് 300 പേജുണ്ട്. 300 പേജിൽ നിറയെ കഥകളല്ല, സംഭവങ്ങളായിരിക്കും. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയുള്ളൂ. സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പിടിച്ചിങ്ങ് വാങ്ങിച്ചതാണ്. ഇത് എന്താ സംഭവം നോക്കണ്ടേ. നല്ല കട്ടി ബൈൻഡൊക്കെ ഉള്ള പുസ്തകമാണ്. പക്ഷേ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടില്ല. ഈ പുസ്തകം ഔട്ട് ഓഫ് പ്രിൻ്റാണ്. സുബ്രഹ്മണ്യ സ്വാമി 10,000 കോപ്പി അടിച്ചിട്ടുണ്ടാവും. അത് എത്തണ്ട. സ്വാമിയുടെ വളരെ അടുത്ത സുഹൃത്താണ് കുമാർ ചെല്ലപ്പൻ സാർ. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കോപ്പി കിട്ടി. പക്ഷേ ഇതിപ്പോൾ വായിച്ചിട്ട് നിങ്ങളോട് കഥ പറയാനൊന്നും പറ്റില്ല. പക്ഷെ വായിച്ച ആളോട് ചോദിക്കുന്നതാണ് നല്ലത്. സാർ, ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ സോണിയാഗാന്ധി അവരുടെ ജീവിതം, അവരുടെ നുണകൾ, അവരുടെ കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ ഉപജാപകങ്ങൾ. ഈ സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു വ്യാജനാണ്. എന്നാൽ വ്യാജത്തി, അതിന്റെ സ്ത്രീലിംഗം എന്താണെന്ന് വെച്ചാൽ, കാരണം വ്യാജൻ അവരുടെ ഒറിജിനൽ അല്ലേ? ഒറിജിനലാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ മുഴുവൻ തെറ്റാണ്. ഇവർ പറയുന്നത് ഇവർ ജനിച്ചത് ഇറ്റലിയിലെ ഒർബസാനോ എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അവർ ജനിച്ചത് ഒർബസാനോയിൽ നിന്നും വളരെയധികം ദൂരെയുള്ള ലൂസിയാന എന്ന് പറയുന്ന നഗരത്തിലാണ്, ചെറിയ പട്ടണത്തിൽ. അത് കാരണമുണ്ട്. ഈ ലൂസിയാന നാസികളുടെയും ഫാസിസ്റ്റുകളുടെയും ഒരു താവളമായിരുന്നു. ലൂസിയാനയിൽ താമസിക്കുന്ന 90-95% പേരും ഐദർ നാസികളോ അല്ലെങ്കിൽ ഫാസിസ്റ്റുകളോ ആയിരുന്നു. ആ ഒരു പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒർബസാനോ എന്നുള്ള പേര് അവരുടെ ജനന സ്ഥലമാക്കിയത്. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഈ സോണിയയുടെ അമ്മയോ ആരാണ്ടോ നാസികളെ പരിപാലിക്കുന്ന സർവീസ് നടത്തിയിരുന്നോ? ഇവരുടെ അച്ഛൻ സ്റ്റെഫാനോ മെയ്നോ ഒരു നാസി ഭടനായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ അയാളെ തടവുകാരനാക്കി. അയാളെ റഷ്യൻ സൈനിക ജയിലിലായിരുന്നു അയാൾ. അത് ആ സൈനിക ജയിലിൽ ഇവര് മറ്റേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവരോട് പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർക്കൊരു സോവിയറ്റ് യൂണിയനും ആയിട്ടുള്ളൊരു ബന്ധം അവർ സ്ഥാപിച്ചു. അത് മാത്രമല്ല, ഈ സോവിയറ്റ് യൂണിയൻ്റെ ബ്ലെസ്സിങ്സോടുകൂടിയാണ് സോണിയാഗാന്ധിയുടെ വിവാഹം നടക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ഇവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു തുടക്കത്തിൽ. ഇന്ദിരാഗാന്ധിക്ക് ഇവരെ ഇവരുടെ ഒരു വനിതയ്ക്ക് മറ്റൊരു വനിതയെ കണ്ടാൽ അറിയാമല്ലോ ഗുണനിലവാരം എത്ര ഉണ്ടെന്ന്. അപ്പോൾ അതിന് മുമ്പ് വരുന്നതിന് മുമ്പ് പറയാം ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇവരാദ്യം പറഞ്ഞിരുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിരുന്നു എന്നാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമി ഒരിക്കൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഡയറക്ടർ വെച്ച്, ആരും ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ സോണിയാഗാന്ധി ഇവിടെയല്ലേ പഠിച്ചേ, കേംബ്രിഡ്ജിലല്ലേ പഠിച്ചെന്നാണ്. ഇവിടെ സോണിയാഗാന്ധി എന്നുള്ള പേരിൽ ആരും പഠിച്ചിട്ടില്ല എന്നുണ്ട്. സോണിയാഗാന്ധി എന്ന് വേണ്ട, അവരുടെ ഒറിജിനൽ പേര് അന്റോണിയോ മെയ്നോ എന്നാണ്. ആ പേരിൽ ഇവിടെ ആരും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് നടന്ന അന്വേഷണമാണ് സ്വാമിയെ ഇംഗ്ലണ്ടിലല്ല, ഈ കേംബ്രിഡ്ജിന് സമീപത്തുള്ള ഒരു ടൗണിലുള്ള ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് ഷോപ്സ് ഉണ്ട്. ഈ നമ്മുടെ എന്താ പറയുക, തട്ടിമുട്ടി വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു കൊടുക്കും. അത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ വീട്ടിലെ ഹൗസ് മെയ്ഡായിട്ട് ജോലി കിട്ടും, ബാർ വുമണായിട്ട് ജോലി കിട്ടും, ബാർ ഡാൻസറൊക്കെ ആയിട്ട് ജോലി കിട്ടും. അതിനുള്ള തൽക്കാലം യു, മീ, ലവ്, ഐ ലവ് യു, ദാറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇംഗ്ലീഷ് പറയാനായിട്ട് പറ്റും. താങ്ക് യു, ഹലോ മാഡം, നമ്മുടെ ശ്രീകുമാർ പറയുന്ന പോലെ. അത് കഴിഞ്ഞ് കേംബ്രിഡ്ജിൽ സ്വാമി ഒരു അപേക്ഷ കൊടുത്തു. സ്വാമിക്ക് അപേക്ഷ അവർ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പേരിലുള്ള ഒരു സ്ത്രീ ഇവിടെ പഠിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. അതെ, അത് ഈ പുസ്തകത്തിലുണ്ട്. അപ്പം ഇവര് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഹൂസ് ഹൂ എന്ന് പറഞ്ഞൊരു പുസ്തകം പബ്ലിഷ് ചെയ്യും പാർലമെൻറ്റിൽ. അതിനകത്ത് ഇവർ പറഞ്ഞിരുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട് പാസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ലോക്സഭാ സ്പീക്കർക്കും ലോക്സഭാ സെക്രട്ടറി ജനറലിനും എഴുതി,
ഇത് ഒന്നിൽ തെറ്റാണ്, അതല്ലെങ്കിൽ തിരുത്തണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ സോണിയാഗാന്ധി തന്നെ അത് തിരുത്തി. അവർ അതിന് കാരണം കാണിച്ചത് അവർ പറയുന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്നാണ് പറയുന്നത്. അത് ശരി. ഒരു വാക്ക് സ്വാമി പറയണ ഇത് ഒരുപക്ഷെ ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇതായിരിക്കും എന്നാണ് സ്വാമി പറയുന്നത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാന്ന് മനസ്സിലായല്ലോ. പിന്നെ ഈ ബ്രിട്ടനിൽ ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ള ബാറുകളിലും മറ്റേ എന്താ പറയുന്നത് ഡാൻസ് ഫ്ലോറുകളിലുമൊക്കെ നമ്മൾ ഇന്ത്യക്കാർ പിള്ളേർ കുറേ പേര് പഠിക്കാൻ പോകും, നല്ല വീട്ടുകളിൽ നിന്നാണ്. അപ്പോൾ അതുങ്ങൾക്കൊക്കെ ഈ തൊലി വെളുത്ത മദാമ്മമാരെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവളന്മാർ ഇംഗ്ലീഷ് സംസാരിക്കണ്ടോ, റഷ്യൻ ആണോ സംസാരിക്കണത്, ചെക്കോസ്ലോവേക്കിയൻ ഭാഷയാണോ സംസാരിക്കേണ്ടതെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ഈ താങ്ക് യു, ഫൈൻ, ഹാപ്പി, ലവ് See you again എന്ന് കേട്ടപ്പോൾ എല്ലാവരും വീണുപോയി. അങ്ങനെ പലരുടെ അടുത്ത് വീണ് അവസാനം നമ്മുടെ പാവം രാഹുൽ ഗാന്ധിയുടെ തലയിൽ വീണു. രാജീവ് ഗാന്ധി വരെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ എന്താ മറ്റേ ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു എതിർപ്പായിരുന്നു അതിനോട്. ഇന്ദിരാഗാന്ധിയോട് ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പ് പരസ്യമായതോടുകൂടി അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസഡർ ഉണ്ട്, നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ അടുത്ത ബന്ധു TN കൗൾ എന്ന് പറഞ്ഞ മനുഷ്യൻ. അയാൾ പറഞ്ഞു, അല്ല ഇവരെക്കുറിച്ച് ഈ സോവിയറ്റ് യൂണിയൻ ഗവൺമെൻറ് പഠിച്ചിട്ടുണ്ട്, അവർ പറയുന്ന ഈ ബന്ധം നടക്കേണ്ടത് ആവശ്യമാണ്, അത് എന്താണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നല്ലൊരു ശക്തി വരും ഇങ്ങനെ ഒരു ബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം സോവിയറ്റ് യൂണിയന് അവർക്ക് ഒരു ഏജൻറ്റിനെ വേണമായിരുന്നു ഇന്ത്യക്കകത്ത്. അത് ഈ സ്ത്രീയായി മാറി. ഇവരുടെ സോവിയറ്റ് യൂണിയൻ്റെ ഒത്താശയോടുകൂടിയാണ് വിവാഹം നടന്നത് എന്നുള്ള ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേരിൽ ഇവർ സോവിയറ്റ് യൂണിയനോട് ഇവർക്ക് ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു. ഇവരിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ ഒരു അതിദരിദ്രമായ ഒരു കുടുംബമാണ് ഇവർ. ഇവരുടെ അച്ഛന് വല്ല പെൻഷൻ, ചെറിയ ചില്ലറ പെൻഷൻ കിട്ടും. പിന്നെ അയാളൊരു ആശാരിപ്പണിയാണ് ചെയ്തിരുന്നത്. ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഡെറിഗേറ്ററിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആശാരിപ്പണിയാണ്, കല്ലാശാരി, വീട് പണിത് കൊടുക്കുന്ന പണിയായിരുന്നു. നമ്മൾ പറയില്ല മൂത്താശാരിയും കല്ലാശാരി, അപ്പോൾ ഇയാൾ കല്ലാശാരിയായിരുന്നു. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ചേരി പ്രദേശത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അവർ ഇറ്റലിയിലെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങൾ, ഇപ്പോൾ ലംബോർജിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഫിയറ്റ് കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള അവരുടെ പോലെയൊക്കെ സമ്പന്നരായ ഒരു കുടുംബമാണ് അവരുടെ. എല്ലാം ഇവിടെ നൂറ്റിക്കൊണ്ട് പോയതാണ്. സംശയമുണ്ടോ ഉള്ള കാര്യം? അപ്പോൾ അത് പ്രകാരം അവർ സോവിയറ്റ് യൂണിയൻ്റെ ഏജൻ്റായിരുന്നു കാലക്രമേണ. പിന്നെ മാറിയിട്ടുണ്ടാവും. സോവിയറ്റ് യൂണിയന് നെഹ്റുവായിട്ടുള്ള ബന്ധം അറിയില്ലേ സാർ? അതല്ല, ഈ സോണിയാഗാന്ധിക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി ഈ സോവിയറ്റ് യൂണിയൻ്റെ ഏജൻ്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം മിത്രോക്കിൻ പേപ്പേഴ്സ് ഉണ്ട്. അതെ, മിത്രോക്കിൻ പേപ്പർ. അതിന് അവർക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്ത്, സോവിയറ്റ് യൂണിയൻ അനുകൂലമായിട്ട് വർക്ക് ചെയ്ത ആൾ വേറെ ആരുമല്ല, നമ്മുടെ VK കൃഷ്ണമേനോനാണ്. 1962 തൊട്ട് ഇന്ത്യ എന്താ പറയുക സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് VK കൃഷ്ണമേനോനാണ്. ഈ മിഗ് വിമാനങ്ങളിലെ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മിഗ് വിമാനം സോവിയറ്റ് നിർമ്മിതമാണ്. ആ വിമാനം മേടിക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് നിന്നത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ മലയാളിയാണ് സമ്മതിച്ചു, പക്ഷെ അത്ര നല്ല കഥാപാത്രമൊന്നും അല്ലായിരുന്നു VK കൃഷ്ണമേനോൻ. അയാൾ പലരുമായിട്ട് ശത്രുത സമ്പാദിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിൽ കാരണം പലരും അയാളോട് ശത്രുതയിലായിരുന്നു. അല്ല, നമുക്ക് മിത്രോക്കിൻ പേപ്പേഴ്സിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്ക് തിരിച്ചു വരാം. ദെൻ ഇവർക്ക് സോവിയറ്റ് യൂണിയനായിട്ടുള്ള ഒരു പാട്രണേജിൻ്റെ പുറത്താണ് ഈ കല്യാണം നടന്നത്. ഇവർക്ക് പല ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിലൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ ഒക്ടേവിയോ കൊട്രോച്ചി എന്ന് പറഞ്ഞ മനുഷ്യൻ. സ്നാം പ്രോഗേറ്റി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, പൈപ്പ് ലൈൻ ഇടുന്നതൊക്കെ വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള. അപ്പം അന്ന് ഇന്ത്യയിൽ ഇതിൽ പറയുന്നുണ്ട് ഹസിര, ബിജയ്പൂർ, ജഗദീഷ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടി വലിയ പൈപ്പ് ലൈൻ കടന്നു പോകാനായിട്ടുള്ള കോൺട്രാക്ട്, കോടികളുടെ വെള്ളം മതിക്കുന്ന കോൺട്രാക്ട്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ആ കോൺട്രാക്റ്റ് എല്ലാ നോംസും ലംഘിച്ചിട്ട് സ്നാം പ്രോഗറ്റിക്കാണ് കൊടുത്തത്. അത് ഇവരും ഒക്ടേവിയോ കൊട്രോക്കിയും തമ്മിലുള്ള ബന്ധം കാരണം. ഇനി ഒരിക്കൽ ഉള്ളത് സ്വാമി പറഞ്ഞാൽ അരുൺ നെഹ്റുവിൻ്റെ അടുത്ത് പറഞ്ഞാണ്. അരുൺ നെഹ്റു സാറിനോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല സാറിനെ അവിടെ നിന്ന് എന്താ പുറത്താക്കാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു. ഒരു കാലത്ത് അരുൺ നെഹ്റു ഭയങ്കര പവർഫുള്ളായിരുന്നല്ലോ. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ ആദ്യത്തെ കാലങ്ങളിൽ മിനിസ്റ്റർ ഫോർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആയിരുന്നു.
അപ്പോൾ പറഞ്ഞു അതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഈ ഹസിര ബിജയ്പൂർ ജഗദീഷ്പൂർ പൈപ്പ് ലൈനിൽ ഒക്ടേവിയോ കൊട്രോച്ചയുടെ റോള് എല്ലാ പത്രങ്ങളും എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വി ടുക്ക് വെരി സീരിയസ്ലി. അത് കൂടാണ്ട് ഈ മതപരിവർത്തനത്തിന് വേണ്ടി ബെൽജിയത്തിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും സ്വീഡനിൽ നിന്നൊക്കെ പൈസ വന്നുകൊണ്ടിരുന്നു ഇന്ത്യയിലേക്ക്, കോടിക്കണക്കിന് ഡോളർ അനധികൃതമായിട്ട്. അപ്പോൾ അത് ഞാൻ തടഞ്ഞു വെച്ചു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷനായിട്ട് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത്ര എന്താ പറയുക പവർഫുൾ ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം അത് തടഞ്ഞു വെച്ചു, വ്യക്തമായ കാരണം കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. മതപരിവർത്തനം ഇന്ത്യയിൽ എന്നുള്ള വിവരം നമ്മുടെ റോയുടെ മുൻ മേധാവി ശങ്കരൻ നായർ, മലയാളി കിണറ്റിങ്ങൽ ശങ്കരൻ നായർ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇൻസൈഡ് ഐബി ആൻഡ് റോ ദ റോളിംഗ് സ്റ്റോൺ ദാറ്റ് ഗാദേർഡ് നോ മോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് മതപരിവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്യാനൊന്നും ഞങ്ങൾ പോയില്ല. കാരണം പാവപ്പെട്ടവൻ്റെ മറ്റേ പ്ലേറ്റിൽ അമേരിക്കൻ പാൽപ്പൊടിയും പിന്നെ മൈദയൊക്കെ എത്തുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കും. പിന്നെ അവന് വേറെ കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കാശില്ല. അന്ന് വളരെ ദരിദ്രം പിടിച്ച രാജ്യമായിരുന്നല്ലോ ഇന്ത്യ. ഒരു നേരത്തെ ഭക്ഷണം അവോയ്ഡ് ചെയ്യണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും മുണ്ട് വലിച്ചു മുറുക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന കാലമാണത്. അപ്പോൾ അന്ന് തൊട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫണ്ട് തടഞ്ഞു വെച്ചു. ഇവർ 2-3 അപേക്ഷ അയച്ചപ്പോൾ അരുൺ നെഹ്റു പറഞ്ഞു അതൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് ലെറ്റേഴ്സ് എന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞു. അവർ നേരെ മറ്റേ ഇവർക്ക് എഴുതി, സോണിയാഗാന്ധിക്ക് എഴുതി, പള്ളിയിലച്ചന്മാരും സോണിയ. അപ്പോൾ അത് രാജീവ് ഗാന്ധി ഒരു ദിവസം ചോദിച്ചു, നിങ്ങളെന്താ നിങ്ങളെന്താ അവരുടെ ചില ഓർഗനൈസേഷൻസിനുള്ള ഫണ്ടിങ്, യൂറോപ്പിൽ നിന്നുള്ള ഫണ്ടിങ് തടഞ്ഞു വെച്ചിരിക്കണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അരുൺ നെഹ്റു ചോദിച്ചു, അതാ മറ്റേ ബെൽജിയൻ പ്രസിഡൻ്റെ കാര്യമാണോ ചോദിക്കണേന്ന് ചോദിച്ചു. പിന്നെ രാജീവ് ഗാന്ധി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അത് ബെൽജിയം പ്രസിഡൻ്റാണ് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കണേന്ന്? As a matter of security, we keep track of all the mails which are coming to the Prime Minister's residence. സുരക്ഷിതത്വത്തിൻ്റെ ഫലമായി ഇതായിട്ട് മുൻകൂർ വരുന്ന എല്ലാ മെയിലും ഞങ്ങൾ പരിശോധിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം മിനിസ്റ്റർ ഫോർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം രാജീവ് ഗാന്ധിക്ക് എതിരായിട്ട് തിരിഞ്ഞത്. എന്നിട്ട് ഈ സോണിയാഗാന്ധി പറഞ്ഞ് രാജീവ് ഗാന്ധി എന്ത് ചെയ്തു എന്നറിയോ? അരുൺ നെഹ്റുവിൻ്റെ മകളുടെ രാധിക നെഹ്റുവിൻ്റെ കല്യാണം നടക്കുക. അത് ഒരു വലിയ ഷിപ്പിംഗ് ടൈക്കൂണുണ്ട്, വിക്രം ടിക്കു എന്ന് പറഞ്ഞിട്ട്, രവി ടിക്കുവിൻ്റെ മകൻ വിക്രം ടിക്കു ആണ് ഇവിടെ കല്യാണം കഴിക്കുന്നത്. കശ്മീരി പണ്ഡിറ്റ്സ് അവർ. ആ കല്യാണത്തിൻ്റെ ബാറാത്ത് ഇവർ ഇടപെട്ട് പോലീസുകാരെ കൊണ്ട് മുടക്കിച്ചു വരും. കല്യാണത്തിന് ബറാത്ത്, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് യാത്ര പോവില്ല, അത് ഘോഷയാത്ര പോലെ മുഹൂർത്തമൊക്കെ തെറ്റിച്ചിട്ടാണ് പോയത്. അതെന്തോ വാട്ട് എവർ ഇറ്റ് മേ ബി. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ പോകുന്ന വിശ്വനാഥ് പ്രതാപ് സിംഗിൻ്റെ കൂടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം BJP ചേർന്നു. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും വശങ്ങളിൽ നിന്നും കുത്തിയവനാണ് നെഹ്റു, അയാളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രക്കാരോട്. അന്ന് വലിയ സംഭവമായിരുന്നു അത്. അതേപോലെ പല പ്രശ്നങ്ങളും, പല കോൺട്രാക്റ്റുകളും, ഇപ്പോൾ ബോഫോഴ്സും പിന്നെ അതുപോലെ തന്നെ ഫെയർഫാക്സ്, HDW, സ്കോർപിയൻ, എന്താ അതിൻ്റെ പേര്, മുങ്ങിക്കപ്പൽ, ഈ ഇടപാടിലൊക്കെ ഇവരുടെ ബന്ധുക്കളും ഇവരൊക്കെ ഇടപെട്ടിട്ടാണ് അത് കോൺട്രാക്റ്റ് ഇന്ത്യക്ക് കിട്ടിയത്. ഇത് 1959 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി തോക്കാനുള്ള പ്രധാന കാരണം. ഇത് രാജീവ് ഗാന്ധി അറിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു അത്രേ, ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് 91 ഞാൻ ഐ വിൽ സെറ്റ് ഓൾ തിങ്സ് റൈറ്റ്, then there is nothing for us to worry about. I will keep everything in spick and clean എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞത് വേറെ ആരോടും അല്ല, റോഷന സ്വാമിയുടെ അടുത്താണ് പറഞ്ഞത്. സ്വാമി ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യ സ്വാമി അന്ന് ഇതായിരുന്നു, എന്താ കമ്പനി ലോ ആൻഡ് ജസ്റ്റിസ് മന്ത്രിയായിരുന്നു, കോമേഴ്സ് ലോ ആൻഡ് ജസ്റ്റിസ് മന്ത്രിയായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞു. ഇവരല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാനിരുന്നാരാ, നമ്മൾ സംസാരിച്ചല്ലോ.
അപ്പോൾ ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു വലിയ സോഷ്യൽ സെലിബ്രിറ്റിനായിട്ട് ആണ് കല്യാണം കഴിക്കാനിരുന്നത് രാജീവ് ഗാന്ധി. അപ്പോൾ ഇവർ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഹെൽഡപ്പായി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ രാജീവ് ഗാന്ധി വീട്ടിലേക്ക് ഫോൺ ചെയ്തു. പ്രിയങ്കയോടാണ് സംസാരിക്കുള്ളത്, ഇവരോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ ഫോൺ പിടിച്ച് മേടിച്ച് പറഞ്ഞു അത്രേ, ഐ നോ വൈ യു ആർ ഇൻ ഹൈദരാബാദ്, യു വാണ്ട് ടു സ്ലീപ് വിത്ത് ദ തെലുഗു വുമൺ, ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു എന്നൊക്കെ പറഞ്ഞ് ഫോൺ സ്ലാം ചെയ്തു സ്ത്രീ. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് പ്രിയങ്ക ഗാന്ധി. ഇത്രയും നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് അന്ന് രാത്രിയാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത് ഈ സ്ഫോടനത്തിൽ. അത് അത്ര വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് ഒരു കാർത്തികേയൻ, DR കാർത്തികേയൻ, അയാളെ അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ആ അന്വേഷണം വേണ്ട രീതിയിൽ മുമ്പോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ ശിവരശനെയും മറ്റേ സ്ത്രീനെയും ഒന്നും ജീവനോട് പിടികൂടാൻ പറ്റാതിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഈ പുസ്തകത്തിനകത്ത് എഴുതി. ഇത് ഭയങ്കര സംഭവമാണല്ലോ, ബോംബാണല്ലോ പുസ്തകം. ഇതൊരു ബോംബാണ്, പക്ഷെ ഇത് വേണ്ട ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതിനകത്തെ ഓരോ ഭാഗവും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സമയം പോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതും കേട്ടതിനേക്കാൾ ഏറെയും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഇന്ന് വേറൊരു കാര്യം പറയട്ടെ. 1988 ഡിസംബർ 31 ഈ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉപയോഗിച്ച് ലക്ഷദ്വീപിൽ പോയി. ആ ട്രിപ്പിൽ സോണിയാഗാന്ധിയുടെ അമ്മ, സോണിയാഗാന്ധിയുടെ സഹോദരി, സോണിയാഗാന്ധിയുടെ ബ്രദറിൻലോ അജിതാബ് ബച്ചൻ, അമിതാഭ് ബച്ചൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. കള്ളു കുടിച്ച് ഡാൻസ് ആടാനായിട്ട് പോയതാണ്. അതെല്ലാം കഴിഞ്ഞ് ഈ പ്രശ്നം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ തെരാപര കള്ളൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുക, ചൗക്കീദാർ ചോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനെങ്ങനെ ആരുടെ മോഷ്ടിക്കാനും പോയിട്ടുള്ള സ്വത്തും രാജ്യത്തിൻ്റെ ഒരു സൗകര്യവും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. ഏതായാലും ഇന്ത്യൻ നേവിയുടെ കപ്പൽ ഉപയോഗിച്ച് ഞാൻ പോയി ന്യൂ ഇയർ സെലിബ്രേഷനൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അന്ന് രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ ഒരു ഡയറക്ടറായിരുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ജമ്മു കാശ്മീർ ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഞാൻ അയാളുടെ പേര് മറന്നുപോയി സുനിൽ, വയസ്സായത് കാരണം പേരൊക്കെ മറന്നു പോവുക. അയാളെ കൊണ്ട് ഹിന്ദു പത്രത്തിലൊരു ലേഖനം എഴുതിച്ചു. ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ഗാന്ധിയും ഒക്കെ അവിടെ പോയത്. രാജീവ് ഗാന്ധിയുടെ ഒപ്പം രാജീവ് ഗാന്ധിയുടെ അമ്മായിയമ്മയും സിസ്റ്റർ ഇവരൊക്കെ പോയത് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ? അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്ന ജീവൻ ജോസ്, അയാൾ മരിച്ചുപോയി പാവം. അയാൾ ലക്ഷദ്വീപ് അറിയില്ലേ, ജീവൻ ജോസ് ലക്ഷദ്വീപിൽ പോവുകയും അത് കഴിഞ്ഞ് പാർട്ടിക്ക് പിറ്റേ ദ ഡേ ആഫ്റ്റർ എന്നിട്ട് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫ് എടുത്ത് ക്യാപ്ഷനായിട്ട് കൊടുക്കുകയും ചെയ്തു. എന്താ വെച്ചാൽ അവിടെ മുഴുവനും വിദേശ മദ്യങ്ങളുടെ കാലി കുപ്പികൾ കൊണ്ട് നിറച്ചേക്കായിരുന്നു. ഏതായാലും അത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പോ നേവിയിലെ ഉദ്യോഗസ്ഥന്മാരോ കുടിച്ച മദ്യമായിരിക്കും. SPG ഇല്ല, അല്ലെ സുരക്ഷാ സൈനികർ കുടിച്ച മദ്യം ആയിരിക്കില്ല അത്. ഏതായാലും അവർ കുടിക്കില്ല ആ സമയത്തൊന്നും, ഡ്യൂട്ടിയിലുള്ള സമയമാണ്. നാവിക ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് കുടിക്കില്ല. പിന്നെ ആരാ കുടിച്ചെന്നുള്ളത് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. തെറ്റാണോ? SPG അന്നില്ലേ? SPG പിന്നീടാണല്ലോ ഉണ്ടാവുന്നല്ലേ? NSG ആയിരുന്നു. അല്ല, NSG SPG വന്നത് രാജീവ് ഗാന്ധിയുടെ സമയത്ത്. അതെ, SPG അല്ല, മോദി ബന്ധപ്പെട്ടാണ് SPG PM-ന് വേണ്ടി മാത്രമായത്. അതെ, അതിനു മുമ്പ് മുൻ പ്രധാനമന്ത്രിമാർ അങ്ങനെ എല്ലാവർക്കും ആയിരുന്നു SPG കവർ. അതെ, ശരിയാണ്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വർത്തമാനം തുടരും. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അല്പം മാത്രം അറിഞ്ഞ ഒരുപാട് കഥകളുടെ കൂടുതൽ എലാബറേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികളുമായി നിങ്ങളുടെ സ്വന്തം കുമാർ ചെല്ലപ്പൻ സാർ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N.
മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, സി എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.